ഈ പ്രതികൂലങ്ങൾ താൽക്കാലികമാണ്. നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ വളർച്ചയ്ക്കെതിരെ എന്തുണ്ട്? പ്രതികൂലമുണ്ട്. നീ അഭിഷക്തനാണെങ്കിൽ നിനക്ക് പ്രതികൂലമുണ്ട്. നീ യേശുവിന്റെ മകനാണെങ്കിൽ പിശാച് നിനക്ക് എതിരാണ്. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. പ്രതികൂലം കൊണ്ട് കണ്ട് ഭയപ്പെടേണ്ട, പ്രതികൂലം കണ്ട് നിരാശപ്പെടേണ്ട. ഈ പ്രതികൂലങ്ങൾ താൽക്കാലികമാണ്. അല്പ ദിവസം കഴിയുമ്പോൾ ഈ പ്രതികൂലങ്ങൾ വഴിമാറും. ഈ കറുത്ത മേഘങ്ങൾ താൽക്കാലികമാണ്. ഈ കാർമേഘങ്ങൾ താൽക്കാലികമാണ്. വിശ്വസിക്കുന്നവർ ഒരു പുത്തൻ പുലരി വിശ്വാസക്കണ്ണാൽ കാണുന്നവർ കരം ശക്തിയോടെ ചേർത്തടിച്ച് തിരിച്ചത്. ഹല്ലേലൂയ. ഞാൻ വചനം വായിച്ചെടുത്തപ്പോഴേ ഒരു മർമ്മം എന്നെ ദൈവം വെളിപ്പെടുത്തി. മിസ്രയീമില് ഇസ്രായേൽ ജനം കഷ്ടനുഭവിക്കുകയാണ്. അവരെ വിടുവിപ്പാൻ ദൈവം എന്ത് ചെയ്തു? മോശയെ തിരഞ്ഞെടുത്തു. അവരോട് പറഞ്ഞു, മോശയോട് പറഞ്ഞു, നീ പോയി പറയണം, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. പറവൻ പറഞ്ഞു, ഞാൻ വിട്ടയക്കത്തില്ല. ചുമ്മാ വിട്ടയക്കാനോ? നല്ല കാര്യമായി. എൻ്റെ സാമ്പത്തിക വ്യവസ്ഥ മൊത്തം നിയന്ത്രിക്കുന്ന അവരാ. ഞാൻ വിട്ടയക്കുമോ? ഇല്ല, ഞാൻ വിട്ടയക്കത്തില്ല. ദൈവം പറഞ്ഞു, നീ ചില അടയാളങ്ങൾ അവിടെ മുമ്പിൽ ചെയ്യണം. ശ്രദ്ധിക്കുക, മോശയാണ് ദൈവം അഗ്നി അഭിഷേകത്തിലൂടെ തെരഞ്ഞെടുത്തത്, അഹരോനെ അല്ല. മോശയുടെ നിലവിളി കേട്ടിട്ടാണ് ആരെ കൊടുത്തത്? അഹരോനെ. ഈ അഹരോൻ ഇല്ലാത്ത കുഴപ്പമെല്ലാം ഉണ്ടാക്കി, ഇല്ലേ? ഇല്ലേ? ഉണ്ടാക്കിയില്ലേ? ദൈവത്തിന് ആവശ്യം അഗ്നി അഭിഷേകത്തിൽ പുറത്തു വരുന്നവരെയാണ്. ജോലിയും കൂലിയും ഇല്ലാതെ നടന്നിട്ട് വല്ലവിധനും വലിഞ്ഞു കയറി വരുന്നവനല്ല എൻ്റെ ആവശ്യം. അഗ്നി അഭിഷേകത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ചിലരുണ്ട്. അവരെയാണ് ദൈവത്തിന് ആവശ്യം. അവരെ കൊണ്ട് വൻ കാര്യങ്ങൾ ഈ പട്ടണത്തിൽ ചെയ്യിക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ കരം പറ്റി സ്തുതിച്ചടക്കമാണ്. ശ്രദ്ധിക്കുക, ഈ അഹരോൻ എന്ന് പറഞ്ഞു, അഹരോൻ എന്ത് ചെയ്തു? വടി തറയിട്ടു. ഇപ്പം എന്തായി? പാമ്പായിട്ട് മാറി. ഉടനെ മന്ത്രവാദികളും പറഞ്ഞു, ഞങ്ങളും ചെയ്യാം. അവരും വടിയെടുത്ത് തറയിട്ടു, പാമ്പായിട്ട് മാറി. എന്നാൽ ഒടുവിൽ അഹരോന്റെ വടി എന്ത് ചെയ്തു? ദൈവത്തിന്റെ അള്ളപ്പാടായ ശക്തി ആയതുകൊണ്ട് എന്ത് ചെയ്തു? മറ്റ് വടികളെ വിഴുങ്ങിക്കളഞ്ഞു. പിന്നെ ബാധകളാണ്. എന്താ ബാധ? ഒന്നാമത്തെ ബാധ എന്താണ്? വെള്ളം രക്തമായി തീർന്നു. ഇത് അഹരോനും മോശയും കൂടെ ചെയ്ത പരിപാടിയാണ്. അതിനുവേണ്ടിയുള്ള കാര്യം നിർമ്മിച്ച ആരാ? അഹരോനും മോശയും കൂടെ. അപ്പോഴും ആര് വന്നു? മന്ത്രവാദികൾ വന്നു. അവരും പറഞ്ഞു, ഞങ്ങളും ചെയ്യാം, വി ആർ റെഡി, ചെയ്യാം. അവരും വെള്ളം എടുത്ത് അത് രക്തമായിട്ട് എന്താ പരിപാടി എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഇപ്പൊ രണ്ടുപേരും തുല്യശക്തികളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പറവൻ പറയുന്നത്, ഞങ്ങളുടെ ഇടയിൽ ആൾക്കാരുണ്ട് കേട്ടോ, നിങ്ങളെ പോലെ ഞങ്ങളുടെ ഇടയിൽ ആൾക്കാരെ ഉണ്ട്. അടുത്ത ബാധ എന്താണ്? തവള. രണ്ടാമത്തെ ബാധ തവള. മന്ത്രവാദികൾ പറഞ്ഞു, ഞങ്ങളും ചെയ്തുതരാം. അവരും പറഞ്ഞു, തവള വന്നു. മൂന്നാമത്തെ ബാധ പേൻ. ഈ മൂന്ന് ബാധയിലും ഒരടയാളത്തിലും ആരുണ്ട്? അഹരോൻ ഉണ്ട്. ശ്രദ്ധിക്കണം, വായിച്ചു നോക്കിയാൽ മതി. മൂന്നാമത്തെ ബാധയിലും ആര് വന്നു? മന്ത്രവാദികള് വന്നു, പേൻ ഉണ്ടാക്കാൻ വേണ്ടി. പേൻ പക്ഷേ നടന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, ഇത് മോശയുടെ വിരലല്ല, ഇത് അഹരോന്റെ വിരലല്ല, ഇത് ദൈവത്തിന്റെ വിരൽ. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ഓ റബബ അറബബ. ഹല്ലേലൂയ. ഞാൻ പറയാൻ വരാൻ പോകുന്നേ ഉള്ളൂ. എന്നാൽ അതിനുശേഷം അഹരോനെ ദൈവം കൂട്ടിയില്ല. അഹരോനെ ദൈവം അല്പം മാറ്റി നിർത്തി. വായിച്ചു നോക്കേ. പിന്നെ മോശയാണ് കാര്യങ്ങൾ, മോശയും ദൈവം കൂടാണ് കാര്യങ്ങൾ പറയിട്ടുണ്ട്. ദൈവം കാര്യം ചെയ്യാൻ തുടങ്ങി. നാലാമത്തെ ബാധ മുതൽ ദൈവം കാര്യം ചെയ്യാൻ തുടങ്ങി. കാലങ്ങൾ മാറി വരികയാണ്.
ചില അഹരോന്മാരെ ദൈവം മാറ്റി നിർത്തിയിട്ട് ചില അഭിഷക്തന്മാർക്ക് ശുശ്രൂഷ നൽകുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. മനസ്സിലാക്കുന്നവർ കരം തട്ടി സ്തുതിച്ചാട്ടെ. അഗ്നി അഭിഷേകത്തിൽ പുറത്തു വന്നവൻ നാളുകളായി അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. മുൾപ്പറപ്പിൽ കത്തിയ തീയേറ്റെടുത്തവൻ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. ചില അഹരോന്മാർ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഹരോന്മാരെ മാറ്റിയിട്ട് ചില മോശമാരെ മുന്നിലേക്ക് കരം പിടിച്ച് ഉയർത്തുകയാണ്. വിശ്വസിക്കുന്നവർ കരം തട്ടി സ്തുതിച്ചാട്ടെ. പിന്നെ അഹരോനെ കൂട്ടിയില്ല. അഗ്നി അഭിഷേകത്തിൽ വെളിപ്പെട്ടവനെ കൊണ്ട് ദൈവം ക്രിയ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയി 10ാമത്തെ ബാധ വന്നു. എന്താ ബാധ? കടിഞ്ഞൂൽ സംഹാരം. ശ്രദ്ധിക്കണം, ഇതുവരെയും ദൈവം മുകളിൽ ഇരുന്നു കൊണ്ട് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10ാമത്തെ ബാധയായപ്പോൾ ദൈവം ഇറങ്ങി നടക്കാൻ തയ്യാറായി. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ പാളയത്തിൽ കൂടെ കടന്നു പോകും. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ശുശ്രൂഷയുടെ കാലഘട്ടങ്ങൾ മാറി മാറി വരികയാണ്, മാറി മാറി വരികയാണ്. ചില അഹരോന്മാരെ മാറ്റിയിട്ട് ചില മോശമാരെ മുന്നിലേക്ക് അവൻ കൊണ്ടുവരികയാണ്. പിന്നെ അവൻ തന്നെ ഇറങ്ങി വരുന്ന ദിവസങ്ങൾ വിദൂരമല്ല. വിശ്വസിക്കുന്നവർ കരം തട്ടി സ്തുതിച്ചാട്ടെ. നിന്റെ പാളയത്തിൽ കൂടെ, നിന്റെ കുടുംബത്തിൽ കൂടെ, നിന്റെ സഭയിൽ കൂടെ അവൻ ചുവട് വെച്ച് നടക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല. വിശ്വസിക്കുന്നവർ കരം തട്ടി സ്തുതിച്ചാട്ടെ. Come on. Oh rajabana hamda naba raba hada hada ostaganaga raga judabana raba hada baba. എന്നെ കേൾക്കുന്ന മോശെ, നിന്റെ ശുശ്രൂഷ ഏതു കാലഘട്ടത്തിൽ ആയിരിക്കുന്നു? നീ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണോ? നിനക്ക് മുമ്പിൽ അഹരോന്മാർ നിന്ന് മന്ത്രവാദികളെ കൊണ്ട് കാര്യം നടത്തിക്കൊണ്ടിരിക്കുകയാണോ? പ്രാർത്ഥിക്കാൻ തയ്യാറാക. അഗ്നി ജ്വലിപ്പിക്കാൻ തയ്യാറാക. അഹരോന്മാരെ മാറ്റിയിട്ട് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. നിന്നെ കരം പിടിച്ചുയർത്തുകയാണ്. വിശ്വസിക്കുന്നവർ കരം തട്ടി സ്തുതിച്ചാട്ടെ. Come on, lift up your voice and pray. മണ്ഡലങ്ങൾക്ക് വ്യത്യാസം വരികയാണ്, ശുശ്രൂഷകൾക്ക് വ്യത്യാസം വരികയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷ ഏറ്റെടുക്കുകയാണ്. നിന്റെ ശുശ്രൂഷ ഏതു കാലഘട്ടത്തിൽ, ഏതു ഘട്ടത്തിൽ ആയിരിക്കുന്നു? എന്നാൽ ഞാൻ പറയട്ടെ, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവം തന്നെ ഈ പട്ടണത്തിൽ ഇറങ്ങി നടക്കാൻ പോകുകയാണ്. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. അന്ന് പുറപ്പാട് പൂർത്തിയാകും. നാളുകളായി വിട്ടയക്കുകയില്ലെന്ന് പറഞ്ഞ ശത്രു അന്ന് ജനത്തെ വിട്ടയക്കും. അത് പാരമ്പര്യ ശക്തിയായാലും, അത് നാമധേയ ശക്തിയായാലും, അത് പിശാചിന്റെ ശക്തിയായാലും, അത് പറവോന്റെ ശക്തിയായാലും, ദൈവം ഇറങ്ങി നടക്കുമ്പോൾ അവന്റെ പ്ലാൻ പൊളിയും. അന്ന് പുറപ്പാട് സംഭവിക്കും. വിശ്വസിക്കുന്നവർ കരം തട്ടി സ്തുതിച്ചാട്ടെ.